Guys, so this was a store. So, hello guys. നമ്മൾ വന്നിരിക്കുന്നത് ഒരു ക്യാഷ് വീണ്ടും ഞാൻ ഫുള്ള് മമ്മി എന്ന് പറഞ്ഞിട്ട് പറയാം, കാരണം മമ്മിയൊക്കെ അയക്കുന്ന വീഡിയോസ് ആയിരിക്കും കൂടെ. സോ ഒരു വർഷം വന്നതാണ്, ആശിൻകുട്ടൻ വന്നതുകൊണ്ട് ആശിൻകുട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വരവാണ്. ഇതൊരു വരവാണ്, മാസ് വരവ്. നമ്മുടെ കോഫി ഷോപ്പ് ഒന്നല്ലേ ചെയ്യണേ, കാഫി ആൻഡ് കോ. വാ കമോൺ, നമ്മളൊരു കാഫി കുടിക്കാൻ പോവാണ്. ഞാനത് കൗണ്ടറാന്ന് വിചാരിച്ച ചേട്ടൻ 2 കാപ്പിന്നൊക്കെ അവിടെ നിന്നിട്ട്. ഓക്കെ, നിനക്കതിന് ചൂട് എടുക്കണ്ടേ? എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് മതി. വൈറ്റ് ഹോട്ട് ചോക്ലേറ്റ് എന്നിട്ടാണോ? ആണോ? അതടിക്കാം. ഞാൻ എൻ്റെ ഫോണ് മറ്റൊല്ലേക്ക് എടുത്ത് വെച്ചു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന് 2 എത്രയുള്ളൂ? ലാഭമാണോ? വെങ്കായം ഒരു ചായ റെഡി, വെങ്കായം ഒരു ചായ റെഡി. സൈഡിലുണ്ടാവും റോസ്റ്റോളജി. അയ്യോ, അതിൻ്റെ തന്നെ ഫോട്ടോ എടുക്കട്ടെ, പുറത്തേക്ക് ഇറങ്ങാൻ നടക്കാനായിട്ട്. അവസാനം ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ച് ഇത് നിർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടിടാം. ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് ആണ്, അതും വൈറ്റ്. ഓ, അത് പ്രായം ശ്രദ്ധിച്ചേ. അപ്പോൾ എന്ത് വരും? വെള്ള കളറായിരിക്കും, പാല് പോലെ. അപ്പോൾ ഫോം പൊഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വൈറ്റ് ആയിരിക്കില്ലേ? അതിൻ്റെ അടിയിൽ വെള്ളയായിരിക്കും. ഓ, ഇത് പാലിലായിരിക്കും ചോക്ലേറ്റ് പൊടി കലക്കണം. മറ്റേതോ പക്ഷെ അത് വൈറ്റ് ചോക്ലേറ്റ് പൊടി ആയിരിക്കും കലക്കണം. അതെ, നിനക്കത് അല്ല, അതാ ഞാൻ പറഞ്ഞ വെള്ള കളറായിരിക്കും പറഞ്ഞാൽ. അതാ ഓ, കലക്കണ ചോക്ലേറ്റ് പൗഡർ വൈറ്റ് ആയിരിക്കും. മറ്റേത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ തന്നെ ചോക്ലേറ്റ്, മറ്റേ സാധാരണ ചോക്ലേറ്റ് കളറായിരിക്കും. നാലക്ഷണം ബിസ്ക്കറ്റ് ചെറുപച്ചട്ട് ഓടിയാണ്. 2 മലയുള്ള കയറാം അങ്ങനെയൊക്കെ. അതെ, സ്കൂളിൽ നല്ല കുളത്തി പിടിക്കുന്നതൊക്കെ എടുക്കാൻ വെയിറ്റ് കൂടുന്നൊക്കെ. അധികം തിന്നണ്ട, എന്താ കുഴഞ്ഞ് വീണ് കഴിഞ്ഞ ചവക്കുണ്ട്. പുറത്തങ്ങനെ പറയാം. എന്താ പിടിച്ച് എടുത്തേ ഓട്ടോണോമസിൻ്റെ ഇത് സെറ്റാക്കും. എല്ലാ വഴികളിലും ഓടിക്കേണ്ടതൊക്കെ പഠിക്കും. പിന്നെ സിസ്റ്റം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ അവരായിരിക്കും പിന്നെ മെയിനായിട്ട് ഓട്ടോണോമസ് അവർ പിടിക്കും. ബാക്കിയുള്ളവർക്ക് അത്ര വളരാൻ പോലും പറ്റില്ല. ഞാൻ ഓഫ് ചെയ്യാൻ വേണ്ടി നേരത്തെ
ഇത് പെണ്ണടാ. കൊള്ളാം കൊള്ളാം. മൂക്കത്ത് ഞാൻ എടുക്കും. നീ പണി പഠിച്ചു. ആദ്യത്തെ സ്പൈസ് ഷോട്ട്. നിറച്ച ആൾക്കൂട്ടം ബസ് കയറാനൊക്കെ. ബസ് കയറാനല്ല, ബസ് കയറ്റി വിടാനാന്നൊക്കെ തല്ലി. പക്ഷേ ഇവിടെയൊക്കെ എങ്ങനെയാടാ? ഇവിടുത്തെ ആൾക്കാർ ട്രക്കിങ്ങിന് പോകണം എങ്ങനെയാണ്? ഷൂ നീ നല്ലോണം ബ്രഷ് ഒക്കെ ഇട്ടിട്ടെ കഴുകണേന്റെ ഇല്ല, ഈ ഷൂ ഇട്ടുണ്ട് ട്രക്കിങ്ങിന് വരല്. ഇതൊക്കെ ബെസ്റ്റാണ്. വെള്ള കളറാണ് പ്രശ്നമുള്ളൂ. കഴുകലും കഴുകിയിട്ടില്ല. ഞാൻ എന്തായാലും ഇത് ഈ ട്രിപ്പ് കൂടി കഴിഞ്ഞിട്ട് കഴുകാൻ വിചാരിച്ചിരിക്കുന്നു. അതെ, ഒരു കാരണമായിട്ട്. അതെ, കഴുകാനൊരു കാരണമായിരുന്നു. ആ, അപ്പോഴാണ് ആ ഫോർട്ട് കാണുന്നത് ഞങ്ങള്. അപ്പൊ അവിടേക്ക് പോകാന്ന് പറഞ്ഞു. ഈ വഴി കാണാനില്ല, നമുക്ക് ഈ വഴി കണ്ടു പോകാം. ഇനിയിപ്പോ ഈ മയിലേക്കാണോ നമ്മൾ പോണേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതായിരിക്കും, കാരണം ഇതിന്റെ സൈഡ് പിടിച്ച് പോകുന്നതായിരിക്കും. ആയിരിക്കൂട്ടാ. റോഡ് ചിലപ്പോൾ അവിടെ നിന്ന് വളരെയായിരിക്കും. റോഡിന് വെട്ടിയ റോഡാടാ, ഭയങ്കര രസ റോഡ് കാണാൻ. ഞാൻ കണ്ടതിലേറ്റവും അത്ഭുതകരമായൊരു കാഴ്ചയാണത്. ഒരു അനുഭൂതിയാണ്. നീ വലിയ കാര്യമായിട്ട് പ്രതീക്ഷിക്കണ്ട. എന്നാലും പറയുമ്പോൾ പറയാന്നത് അന്ന് ആരും ഉണ്ടായില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിരുന്നു. മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് പോലെയാണോ? ഏട്ട ദിവസങ്ങളിലെ ഗ്യാപ്പ് റോഡൊക്കെ ഏത് റോഡാണെന്ന് എനിക്ക് പോലും അറിയില്ല. ഇനി ഞങ്ങൾ ഒന്നുകൂടി കയറി നോക്കാന്ന് വിചാരിക്കുന്നു. സത്യം പറയാലോ, ഞങ്ങൾക്ക് പറ്റണില്ല മുകളിൽ കയറാൻ. എന്നാലും ട്രൈ ചെയ്യാണ്. ഗൈസ്, ആ മുകളിൽ കാണുന്ന ഇതാ അത് കണ്ടോ, അവിടേക്കാണ് നമ്മൾ പോണത്. നമ്മൾ ഇത്ര പെട്ടെന്ന് അവിടെ ഇത്ര പേരെ എത്തിയില്ലേ? ആത്മാവ് മുകളിലേക്ക് പോയി തുടങ്ങി. അതിന്റെ കൂടെ ശരീരം കയറി പോകുന്നത്. ആട്ടുംപാലും കുടിക്കേണ്ടി വരും. വാങ്ങണ്ടായില്ല, ഇവിടെ എവിടെയെങ്കിലും കിടക്കണ്ട ആട്. വാട മോനെ എന്നൊക്കെ നിങ്ങൾ വാട കിട്ടാണ്, പിടിച്ച് കറക്കാണ്. ചിക്കു ഡ്രസ് എടുക്കാന്നല്ലേ? അതല്ല, 5 മിനിറ്റ് കൊണ്ട് കയറുന്ന പറഞ്ഞല്ലേ? ഗൈസ്, ഞങ്ങൾ ഹാഫ് വേ പോയിന്റ് അടുത്തെത്തി ഗൈസ്. ഗൈസ്, ഞങ്ങൾ റിസ്കി ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. താഴേക്ക് നേരെ കൊക്കെയാണ് ഗൈസ്. ഗൈസ്, ഇനി ഞങ്ങൾ എങ്ങനെ പോകേണ്ടതെന്ന് പോലും അറിയില്ല ഗൈസ്. വീൽ ഡ്രൈവുമായി ഞങ്ങൾ കയറുകയാണ് ഗൈസ്. ഇടയ്ക്ക് 3 വീലാണുണ്ട് കൈ കുത്തുന്നത്. നീലിച്ചല്ലേ അത് അത് കിടയാ. അത് പറഞ്ഞേ ഇത് വന്ന് പെരിയ കഥ കയറി. ഞാനിവിടെ ഒരു പുല്ലിൻ്റെ കട്ട കണ്ടു. അമ്മേ, പെട്ടു 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 തെന്നി തുടങ്ങി കുട്ടാ. എത്തി, ഞാനെത്തി. ഓ, എന്തോ കാറാ, അല്ലെങ്കിൽ ഒരു തേങ്ങയില്ല. കണ്ട, അത് ഇതവിടെ മാഞ്ചസ്റ്ററിലേക്ക് പോകണ വഴി. അതാ അങ്ങോട്ട് കണ്ട, എന്താ അവിടെ നിന്നൊരു ചെറിയ ഗേറ്റ് ഇട്ടിട്ട് ഇങ്ങോട്ട് ആണ് വിനാട് പാസ്. തിരിച്ചത് ആ വഴിക്കന്നെ എത്തും ശരിക്കും പറഞ്ഞു. ഗൈസ്, വലിയ ഇമ്പ്രൂവ്മെന്റ് എന്നാലും ഞങ്ങൾ ഇവിടെ വരെ എത്തി. ഒരു
സീറോ ഭാഗത്തി. അതെ, ഇത് 20% അതെ, പക്ഷേ വൺ ഓഫ് ദ തോന്നുന്നുണ്ട് ആ മുകളിൽ ആ ഒരു കമ്പി മാത്രമേ കാണാനുള്ളൂ. അവിടെ തിരിച്ചറിയിക്കോളാം, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി. തീർന്നു, ചത്ത് 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 ഗൈസ്. ഗൈസ്, നിങ്ങൾക്ക് ഇതിൻ്റെ കാടിന് എത്രയാണെന്ന് അറിയാൻ പറ്റുമോ അറിയില്ല, പക്ഷേ ഇത് ബാക്കി കൈ മരയിച്ചോളാം. പുല്ല് തണുത്ത് പണ്ടാറടങ്ങി. നീ ഏത് വഴിക്കോട്ടാണ് എളുപ്പാന്ന് പറഞ്ഞേ? മനസ്സിലൊരു ലൈഫ് വരക്കി. ആ പറയല നീ പോണേ, ആ വഴി എനിക്ക് കാണുന്നില്ല ഇപ്പോഴല്ലേ. തല കറങ്ങി വീഴരുത്, ചാവരുത്, കേറിയത് കഷ്ടപ്പെട്ടാണ്. ഒരു ഫോട്ടോ താഴെ കാറുകളൊക്കെ പോണ കാണുന്നുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ കണ്ണിലെ പ്രണയം? ചുറ്റുള്ളൊന്നും കാണാൻ വയ്യേ. ഓ, പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് കയറാനായിട്ട് ഒരു ബുദ്ധിമുട്ടാണ്. ഈ വളവില്ലേ ഒരു കുത്തന പോലെ പോയി. ഇങ്ങോട്ട് ആരും പാടണ്ടേ? ഒരു വാക്ക് പറയേണ്ടത്. ബാലൻസ് ഉള്ളവൻ ബാലൻസ് ചെയ്ത് പോകും.
ഗുഹയുടെ ഗുഹ നമ്മുടെ വഴിയുണ്ട്. ക്യാമറ പുറത്തിട്ടുണ്ട്. ഗ്രിപ്പില്ലേ റോട്ടില്? നല്ല ഇറക്കട്ടത് കാണുന്ന പോലെയല്ല. അതിനുള്ള റൂട്ട് ഉണ്ട് കേട്ടത്. എന്തിട്ട സ്ഥലം വിജയിപ്പിച്ച് കിടക്കാല്ലേ. ഗുഹ ഗുഹ എങ്ങ് കയറാൻ പറ്റാത്ത വരാണ്ടാണ് അവിടെ കണ്ട് ഫോട്ടോ എടുത്തിട്ട് പോകും. അവിടെ നിന്നിട്ട് എന്ത് കിട്ടാനാ? ഞങ്ങൾ അടുത്ത വലിയ ഗുഹയുടെ അടുത്തേക്ക് പോവാണ്. ഏതാടാ? കണക്ഷൻ ഉണ്ടാവും. ഓക്സിജൻ ഉണ്ടോ എന്നൊക്കെ നോക്കണം. Oh fuck. We're not going to. Oh, it isn't quite good. Oh, the suicide cave. That's a nice name. Oh, nice. Yeah. Well, why is it? That's a very good question why it's called. Untrue legend, apparently. Nice. സൂയിസൈഡ് കേവ് വേണ്ട. മുകളിൽ പോയ താഴത്തേക്ക് ഇറങ്ങേണ്ടി വരില്ലേ? വേണ്ടെന്നൊക്കെ. ഇവിടുത്തെ ഏതൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തേക്കോടെ അല്ലാതെ കാസൽ. ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ. പ്രൈമറി സ്കൂളാണ്.
പോയാലോ? തിരിച്ച് നമ്മൾ നല്ല വെയിലുള്ള ദിവസം കൂട്ടാണ് ഫോട്ടോ പോസ്റ്റ്